കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അഭിജിത്ത് ദീപ് കെ സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അദ്ദേഹത്തിനെ പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹി എയർപോർട്ടിലുണ്ട്. ബൽറാം, അദ്ദേഹം പുറത്തേക്ക് വരാൻ ഈ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ പാറ്റ ആദ്യമായിട്ട് തെരുവിലിറങ്ങുന്ന ദിവസമാണെന്ന് പാറ്റയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പാറ്റ സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ വിമാനത്താവളത്തിലെത്തിയെന്നാണ് വിവരം. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്ന കാത്തിരിക്കുകയാണ്. കനത്ത പോലീസ് സന്നാഹത്തിലാണ് ഡൽഹി എന്നറിയുന്നു. വിവരങ്ങൾ ഡൽഹി വിമാനത്താവളത്തിൽ 500 വലിയ പോലീസ് സന്നാഹം ഉണ്ട്. വിവരങ്ങൾ SKN എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് അഭിജിത്ത് ദീപ് കെ പുറത്തേക്ക് വരാനുള്ള ആ നിമിഷത്തിനായാണ്. കാരണം രാജ്യത്ത് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയ ഒരു പാർട്ടിയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ ആദ്യമായി മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ഇതുവരെയും സൈബർ ഇടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറ്റ് പാർട്ടികളും ഇന്ന് സമരവേദിയായ ജന്തർ മന്ദിറിലേക്ക് എത്തുകയാണ്. ഡൽഹി വിമാനത്താവളത്തിൽ 7:21 ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനം ഇറങ്ങിയിരിക്കുന്നു. തുടർന്ന് ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അകത്തെത്തി അദ്ദേഹവുമായി സംസാരിച്ചു. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അകത്തു നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അഭിജിത്ത് ദീപ് കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി വിമാനത്താവളത്തിന്റെ അറൈവലിലെ 2 ഗേറ്റുകളാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ഡൽഹി പോലീസ്. അത് 5, 6 ഗേറ്റുകളാണ്. 6ാം ഗേറ്റിന് സമീപം മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ ഒരു പവലിയൻ പോലും ഇത്തവണ ഒരുക്കിയിരിക്കുന്നു, പതിവില്ലാത്ത രീതിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബാരിക്കേഡുകൾ നിരത്തി വിമാനത്താവളത്തിന് പുറത്തുപോലും ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പോലീസ്. അതേസമയം ഈ 6ാം ഗേറ്റിലൂടെയാണ് അദ്ദേഹം പുറത്തേക്ക് വരിക എന്ന് പോലീസ് അറിയിക്കുമ്പോഴും 5ാം ഗേറ്റിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും മാധ്യമങ്ങളെ അടക്കമുള്ളവരെ ഒഴിവാക്കിയിരിക്കുന്നു. വിമാന കമ്പനികളുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനൊരു ബി പ്ലാൻ ആയാണ് ആ ഒരു 5ാം നമ്പർ ഗേറ്റ് കാത്തു വച്ചിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഈ 2 ഗേറ്റുകളിലൂടെ ആയിരിക്കും അഭിജിത്ത് ദീപ് കെ പുറത്തേക്ക് ഇറക്കുക. അദ്ദേഹത്തെ ഡൽഹി പോലീസ് തന്നെ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് അഭിജിത്തോ CJPയോ എത്രത്തോളം അംഗീകരിക്കും എന്നതനുസരിച്ചായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ. അതിലൂടെ സുരക്ഷാ പ്രശ്നങ്ങൾ, ജനക്കൂട്ടം കൂടിയാലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാനാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. പതിവില്ലാത്ത രീതിയിലുള്ള കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേക കൺട്രോൾ ആൻഡ് കമാൻഡ് യൂണിറ്റ് അടക്കമുള്ളവ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. നിരവധി പേർ CJPയെ പിന്തുണയ്ക്കുന്നവർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാരും ഈ ഒരു ഘട്ടത്തിൽ എന്നാൽ സംസാരിക്കാൻ തയ്യാറല്ല. അഭിജിത്തിന്റെ ആഹ്വാനം തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ പാർട്ടിയുടെ വക്താക്കൾ ഒരാൾ സംസാരിക്കും, മറ്റു ആരും തന്നെ ഇവിടെ ഒത്തുകൂടരുത്, എല്ലാവരും തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്നായിരുന്നു. അത് അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് പാർട്ടികൾ ഈ ഒരു ഘട്ടത്തിൽ പെരുമാറുന്നത്. ആരും തന്നെ സംസാരിക്കാൻ തയ്യാറല്ല. ഇവിടെ വെച്ച് ജന്തർ മന്ദിറിലെത്തിയാൽ ഞങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. എന്തായാലും ഈ ടെർമിനലിന്റെ ഗേറ്റിന് സമീപത്തേക്ക് പോലും അവർ വന്നിട്ടില്ല. മാറി പാർക്കിംഗ് ഏരിയയിലും മറ്റും കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ. നിരവധി പേർ ഇതിനകം തന്നെ ജന്തർ മന്ദിറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളവും ഒട്ടേറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇന്നത്തേത്. കാരണം എത്ര പേർ ആരൊക്കെ എന്ന യാതൊരു തരത്തിലുള്ള ആശയവുമില്ലാത്ത ആൾക്കൂട്ടമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ ഇരിക്കുന്നത്. അത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ എത്തിച്ചേരും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ അവരുടെ തട്ടകമായ ഡൽഹി നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പരിപാടികളൊന്നും സമീപകാലത്ത് നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ വലിയ പിന്തുണ ഈ ഒരു സമരത്തിനുണ്ടാവുമെന്നും ജന്തർ മന്ദിറിലെ സമരത്തിലേക്ക് പഞ്ചാബിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളടക്കം വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകം തന്നെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ആരൊക്കെ ഏത് തരത്തിലുള്ള പെരുമാറ്റം അവരിൽ നിന്നും ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. എന്തായാലും അഭിജിത്ത് ദീപ് കെ എല്ലാ നടപടിക്രമങ്ങളും ഡൽഹി കൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം അല്ലെങ്കിൽ ഏത് നിമിഷവും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഈ 5, 6 ഗേറ്റുകളിലൂടെ ആയിരിക്കും അഭിജിത്ത് പുറത്തേക്ക് വരിക. എല്ലാവരും തന്നെ അദ്ദേഹത്തെ മാധ്യമങ്ങൾ
അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്ന യാത്രക്കാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. നിരവധി പേർ ഇവിടെ അദ്ദേഹത്തെ കാത്ത് നിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം, എന്താണ് തുടർന്നുള്ള നീക്കങ്ങൾ, ഇതിലുള്ള കൗതുകം, അത് ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാനായി എത്തിയവരും മറച്ചുവെക്കുന്നില്ല. BJP അനുകൂലികൾ പോലും ഇവിടെ എത്തിയ ചില ആളുകളുണ്ട്. അവർ ഒരു കൗതുകത്തിന്റെ എത്തിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതുതലമുറ പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. മറ്റ് സമരമാർഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നെടുങ്ങടിയാണ് ഡൽഹി വിമാനത്താവളത്തിന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. അദ്ദേഹം ഇന്ന് രാവിലെ 7:21 ഡൽഹിയിൽ വിമാനം ഇറങ്ങിയതാണ്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ഡൽഹി വിമാനത്താവളം. ഇന്ന് ജന്തർ മന്ദറിൽ ഈ പാറ്റകളുടെ പ്രതിഷേധമുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമുണ്ടായിരുന്ന പാറ്റകൾ ആദ്യമായി പുറത്തിറങ്ങുന്നു. തെരുവിലേക്ക് അവരുടെ പ്രതിഷേധം വരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാണ് അവരുടെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.